ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാ. നമുക്ക് എല്ലാവർക്കും പഴംപൊരി ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും. പക്ഷെ അത് അവൾ ദോശമാവും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാണ്ട് അധിക സമയം റെസ്റ്റിന് പോലും വെക്കാണ്ട് ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കുന്ന ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വൈകിക്കേണ്ട നേരത്തെ തന്നെ വീഡിയോയിലോട്ട് പോവാം. എടുക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു മിക്സിംഗ് ബൗളിനകത്തോട്ട് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ 1 കപ്പ് മൈദയിലോട്ട് 1 ടീസ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണയായിട്ട് നമ്മൾ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ പൊടിയില്ലേ, അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കപ്പ് അളവ് തന്നെ വേണമെന്നില്ല, ഗ്ലാസ്സിലെടുത്താലും മതി. അപ്പോൾ അതിനനുസരിച്ച് അരിപ്പൊടി എടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു മാവിൻ്റെ ആ ഒരു മധുരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പഴത്തിൻ്റെ ആ ഒരു മധുരം അനുസരിച്ചിട്ടൊക്കെ മാവിൽ മധുരം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അത്രയും മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒരു 1/4 ടീസ്പൂണിനും കുറവ് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത്രയും പൊടികൾ മതി കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഞാനൊരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചത് കേട്ടോ. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കാണ്ടായിരുന്നു. മൊത്തത്തിൽ 1 കപ്പ് വെള്ളം എനിക്ക് ആവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ അത് കരുതി നിങ്ങൾ ഒരു ഗ്ലാസ് പൊടി എടുക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒറ്റയടിക്ക് ഒഴിക്കേണ്ട. കാരണം ഓരോ മൈദക്ക് അനുസരിച്ചിട്ടും നിങ്ങൾ എടുക്കുന്ന ആ ഒരു അരിപ്പൊടിക്കനുസരിച്ചൊക്കെ ചെറിയൊരു മാറ്റം വന്നേക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ചെയ്ത പോലെ ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക. ഒരുപാടങ്ങ് ലൂസായി പോവാനും പാടില്ല, എന്ന് ഒരുപാടങ്ങ് കട്ടിയായിട്ടും പോവരുത്. പിന്നെ കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിതാ ഇവിടെ ഈ ഒരു ചെറിയ പഴമാണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല ഒരു പഴുത്തിട്ടുള്ള പഴമാണ്. കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഉള്ള പഴം വെച്ച് ചെയ്യുമ്പോഴാണ് പഴംപൊരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കാരണം ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് തന്നെ നമ്മളെ പഴം ഉണ്ടാവും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലുള്ള പഴം കിട്ടുകയാണെങ്കിൽ എടുക്കുക. അപ്പോൾ ഇത് അധികം അങ്ങ് വണ്ണം ഇല്ലാത്ത പഴം ആയതുകൊണ്ട് ഒരു പഴം ഞാൻ 3 പീസസ് ആക്കി എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ വലിയ വണ്ണമുള്ള പഴമാണെങ്കിൽ 4 പീസൊക്കെ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മാക്സിമം ഒരു കനത്തിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 6 പഴമാണ്, നിങ്ങൾ കണ്ടല്ലോ. പക്ഷേ ഒരുപാട് കട്ടിയും വലിപ്പമൊന്നും ഇല്ലാണ്ട് ഒരു പാകത്തെ. അപ്പോൾ ഈ ഒരു കനത്തിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാവ് ഒരു തുള്ളി ഇങ്ങനെ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത സമയത്ത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് നമുക്ക് ഓരോ പഴം എടുത്തിട്ട് മാവിൽ മുക്കിയിട്ട് ഇതുപോലെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ വേണം നമ്മൾ ഇടാൻ. എത്രത്തോളം നമ്മളെ എണ്ണ ചൂടാകുന്നു അതിനനുസരിച്ചിട്ട് പഴംപൊരി പെട്ടെന്ന് പൊങ്ങി വരുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പൊങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മളിത് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. മാവൊക്കെ കറക്റ്റായിട്ടുള്ള ആ ഒരു പരുവമാണ്. അപ്പോൾ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ മാവൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊന്നും ഉണ്ടാവില്ല കേട്ടോ. ദോശമാവായാലും അത് ഒഴിച്ചുണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് എന്തായാലും കിട്ടും. പക്ഷെ ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അടുത്തതും അതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എണ്ണ നന്നായിട്ട് ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊങ്ങി വരുന്നുണ്ട്. നല്ല കവറിങ്ങോട് കൂടി ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള പഴമായിട്ടാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി അധികം സമയവും വേണ്ട, അതുപോലെ തന്നെ അധികം സാധനങ്ങളും വേണ്ട കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്കും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെള്ളത്തിൻ്റെ അളവൊക്കെയാണ് കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഒട്ടും തന്നെ എണ്ണയും കുടിക്കില്ല. ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഉള്ളിലെ പഴം നല്ല പഴുത്ത പഴമായതുകൊണ്ട് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും അതുപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീട്ടിലൊക്കെ ആരെങ്കിലും വരുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും, ബൈ.